നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ആഷാഢ മാസത്തിലെ പൗർണമി ദിവസമാണ്. കർക്കിടകത്തിലെ പൗർണമി ദിവസം വളരെ വിശേഷപ്പെട്ട ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. ഇന്നെല്ലാവരും പൂർണ്ണചന്ദ്രനെ കാണാൻ മറക്കരുത്. കാരണം ചന്ദ്രന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുന്നത്, അതായത് പൂർണ്ണചന്ദ്രനായി ഇന്ന് എല്ലാവരും ചന്ദ്രനെ ദർശിക്കുമ്പോൾ ദൈവികമായ അനുഗ്രഹം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നു. ദേവിയുടെ അനുഗ്രഹ വർഷം ചൊരിയാൻ പോകുന്ന ഒരു ദിവസം കൂടിയാണ്. ദേവിയുടെ, ഭഗവതിയുടെ എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും ജീവിതത്തിൽ സ്ഫുരിച്ചു നിൽക്കുന്ന, ഭൂമിയിൽ ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുന്ന ഓരോ ഭക്തന്റെയും മനസ്സിൽ ദേവിയെ എത്ര കണ്ട് ആഴ്ന്നിറങ്ങി നിങ്ങൾ വിളിക്കുന്നുവോ, നിങ്ങളുടെ ജീവിതത്തിൽ അതിപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടാകുകയും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തന്നെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരം കാണാൻ ദേവിയുടെ അനുഗ്രഹം കാരണമാകുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. നിങ്ങളുടെ ഏതൊരു സങ്കടത്തിനും ഏതൊരു ദുഃഖത്തിനും പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു ദിവസം. ദേവി ഇന്ന് നിങ്ങളുടെ സങ്കടങ്ങൾക്കൊക്കെ അറുതി വരുത്തുന്ന ഒരു സമയമാണ്. ദേവിയോട് ഇന്നേ ദിവസം പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അതിപ്രധാനമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സങ്കടങ്ങൾക്ക് പരിഹാരം ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ തീരാ ദുഃഖങ്ങൾ, ആഗ്രഹങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ദുഃഖത്തിനൊക്കെ അറുതി വരുത്തി നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം വളരെ നാളുകളായി കൊതിച്ചു നിൽക്കുന്ന, നിങ്ങളുടെ ആഗ്രഹത്തിന് എത്ര തന്നെ തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന, ആഗ്രഹ സഫലീകരണം നടക്കുന്ന, ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും സമ്പൽ സമൃദ്ധമായ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ്. ഈ ഒരു ദിവസം ദേവിയെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്നേ ദിവസം സന്ധ്യാസമയത്ത് നിങ്ങൾ ചന്ദ്രനെ നോക്കി ഈ ഒരു വാക്ക് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാകും. ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരും. സന്തോഷത്തിന്റെ ദിവസങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ദേവിയെ മനസ്സ് അറിഞ്ഞ് പ്രാർത്ഥിക്കുക. മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് ദേവി നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഉണ്ടാകും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കർക്കിടക മാസത്തിലെ പൗർണമി ദിവസം, അഥവാ ഗുരുപൂർണിമ എന്ന് വിളിക്കുന്ന ആഷാഢ മാസത്തിലെ പൗർണമി ദിവസം. അതിപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു വഴിത്തിരിവിനും കാരണമാകുന്ന ഒരു ദിവസം കൂടിയാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സന്ധ്യാസമയത്ത് വിളക്ക് വച്ചതിന് ശേഷം ചില കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒരുക്കി വെക്കുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ ചന്ദ്രനെ നോക്കി ചില വാക്കുകൾ, അതായത് മന്ത്രം ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യപ്രദമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. അതായത് ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു വിഷമം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയാണെങ്കിലും അതിനുള്ള പരിഹാരം കണ്ടിട്ടേ ദേവി നിങ്ങളെ അനുഗ്രഹിച്ചിട്ടേ ഇന്നേ ദിവസം ഭൂമിയിൽ ഉണ്ടാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം എന്ന് പറയുന്നത് ചന്ദ്രൻ ഉദിക്കുന്ന സമയം. ഇന്നേ ദിവസം ചന്ദ്രൻ ഉദിക്കുന്നത് 6:45 6:45 ശേഷം ചന്ദ്രന്റെ ഉദയം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിനു മുന്നോടിയായി തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വീട്ടിൽ സന്ധ്യാദീപം കൊളുത്തി സാധാരണ നിങ്ങൾ ജപിക്കുന്ന മന്ത്രങ്ങളോ നാമങ്ങളോ കീർത്തനങ്ങളോ ഒക്കെ ജപിച്ചതിന് ശേഷം ഈ ഒരു സമയത്ത് പൂജാമുറിയിൽ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുക്കി വെക്കേണ്ട അവസരമുണ്ട്. ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് 6:45 അത് അവസാനിക്കേണ്ടത് 11:45 കൂടിയാണ്. ഈ ഒരു സമയത്തിന്റെ ദൈർഘ്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകും. നിങ്ങളുടെ എല്ലാവിധ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും അറുതി വരുത്തും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധമായ സാഹചര്യങ്ങൾ ഉണ്ടാകുകയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, ആകാശം കാണുന്ന മുറയ്ക്ക് അതിനുള്ള സാഹചര്യങ്ങളുള്ള ഒരു സ്ഥലത്ത്, വീടിന്റെ ടെറസിലോ അല്ലെങ്കിൽ മറ്റുള്ള തടസ്സങ്ങളില്ലാതെ ആകാശം വീക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ സന്ധ്യയ്ക്ക് ശേഷം വിളക്ക് വെച്ചതിന് ശേഷം നിങ്ങൾ നിലയുറപ്പിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ സന്ധ്യാദീപം കൊളുത്തുന്നതിന് മുന്നോടിയായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയൊരു പാത്രം, അതായത് സാധനങ്ങൾ ഇട്ടുവെക്കുന്ന ഒരു പാത്രം, ഏറ്റവും ശുചിയായിട്ടുള്ളതും വൃത്തിയായിട്ടുള്ളതും
അഴുക്കുകളൊന്നും ഇല്ലാത്ത ഒരു പാത്രം എടുക്കുക. ഒരു ബോളോ പാത്രമോ എടുത്ത് അതിൽ നിറയെ പച്ചരി നിറയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിന് ഈ ഒരു കർമ്മം കൊണ്ട് സാധ്യമാകും. പച്ചരിയോ ഉണക്കല്ലരിയോ നിങ്ങൾ യഥേഷ്ടം അതിൽ നിറയ്ക്കുക. പച്ചരിയാണെങ്കിൽ അഭികാമ്യമായിരിക്കും, ഉണക്കല്ലരി ആണെങ്കിൽ നല്ലതാണ്. അതും കിട്ടിയില്ലെങ്കിൽ സാധാരണ അരി നിറയ്ക്കുക. ഒരു പാത്രം എടുത്ത് ഒരു പ്ലേറ്റ് ആണെങ്കിലോ ഒരു കുഴിഞ്ഞ ഒരു പാത്രമാണെങ്കിലോ ബൗളാണെങ്കിലോ അതിൽ നിറയെ അരി നിറയ്ക്കാൻ ശ്രദ്ധിക്കുക. പകുതി നിറയ്ക്കുകയോ 1/4 ഭാഗം നിറയ്ക്കുകയോ അല്ല, അത് പൂർണ്ണമായും നിറയ്ക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ വേറൊരു പാത്രം എടുത്ത് അതിൽ നിറയെ ജലം നിറച്ചു വയ്ക്കുക. ഈ 2 പാത്രമാണ് നിങ്ങൾ ഇന്നത്തെ കർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സന്ധ്യാദീപം കൊളുത്തിയതിനു ശേഷം നിങ്ങൾ തുറസായ സ്ഥലത്ത്, അതായത് ആകാശം വീക്ഷിക്കുന്ന, ചന്ദ്രനെ വീക്ഷിക്കാൻ സാധിക്കുന്ന ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ചന്ദ്രനെ വീക്ഷിച്ച് 1 മിനിറ്റ് നിൽക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബോളിലെ ജലം ആദ്യം തന്നെ എടുത്ത് നിങ്ങളുടെ അഭിമുഖമായി ചന്ദ്രനെ നോക്കി ഒരു പാത്രത്തിലെ ജലം എടുത്ത് ചന്ദ്രനെ മുകളിലോട്ട് ദർശിക്കത്തക്ക വിധത്തിൽ ഉയർത്തി കാണിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള ക്ലേശങ്ങൾ, പ്രത്യേകിച്ചും സാമ്പത്തിക ദുരിതങ്ങൾ, അതിന് ഒരു അറുതി വരുത്താൻ സാധിക്കുന്ന ഒരു കർമ്മം തന്നെയാണ് ഇത്. വെള്ളത്തിന്റെ പാത്രം എടുത്ത് ചന്ദ്രനെ 3 മിനിറ്റ് നേരം ദർശിച്ചതിന് ശേഷം അത് നിങ്ങൾ മാറ്റിവെക്കുക. ഈ ഒരു സമയം നിങ്ങൾ ജപിക്കേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഓം ദുർഗായേ നമഃ എന്ന മന്ത്രമാണ്. ഈ ഒരു മന്ത്രം നിങ്ങൾ ചെയ്യേണ്ടത് 11 പ്രാവശ്യമാണ് ജപിക്കേണ്ടത്. അതിനുശേഷം ഈ വെള്ളം എടുത്ത് മാറ്റിവെച്ചതിന് ശേഷം അടുത്ത പാത്രത്തിലുള്ള അരി എടുക്കുക. അതിൽ 11 ഒറ്റ രൂപ നാണയമോ അല്ലെങ്കിൽ 9 ഒറ്റ രൂപ നാണയമോ അല്ലെങ്കിൽ 3 ഒറ്റ രൂപ നാണയമോ യഥേഷ്ടം നിങ്ങളുടെ കയ്യിലുള്ള നാണയം എടുത്ത് അരിയുടെ മുകളിൽ വയ്ക്കുക. അതിനുശേഷം നാണയത്തിന് മുകളിൽ പ്രത്യേകം എടുത്തു പറയണം, വെളുത്ത പുഷ്പങ്ങളാണ് അർപ്പിക്കേണ്ടത്. അതിനുശേഷം ഈ താലം, ഈ പാത്രം എടുത്ത് ചന്ദ്രന്റെ നേരെ നീട്ടിക്കൊണ്ട് ഓം ദുർഗായേ നമഃ എന്ന മന്ത്രം 11 പ്രാവശ്യം ചെയ്യുക. ഇങ്ങനെ ചെയ്ത് അതിനുശേഷം നിങ്ങൾ ചന്ദ്രനെ കുറച്ച് സമയം നോക്കി നിൽക്കുക. ദേവിയുടെ സാന്നിധ്യത്തിൽ ദേവിക്കാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ള കർമ്മത്തിലെ അരിയാണെങ്കിലും വെള്ളമാണെങ്കിലും നാണയമാണെങ്കിലും പുഷ്പമാണെങ്കിലും ദേവിക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ വസ്തുക്കളൊക്കെ പൂജാമുറിയിൽ വെച്ച് വിളക്കിന് മുന്നിലായി വെച്ച് പിറ്റേ ദിവസം സാധാരണ പുഷ്പങ്ങളൊക്കെ തുളസി ചെടിയുടെ അല്ലെങ്കിൽ തുളസി തറയിൽ അർപ്പിക്കുക. അതോടൊപ്പം തന്നെ പച്ചരി മറ്റുള്ള കാര്യത്തിന്, ഏറ്റവും ശുദ്ധമായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. 1 രൂപ നാണയം തുട്ടുകൾ എടുത്തുകൊണ്ട് അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിലാണ് സമർപ്പിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനും നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാധ്യമാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. അത്ര കണ്ട് ശക്തിയേറിയ ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുറയ്ക്ക് ഈ ഒരു ദിവസം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുകയോ ചന്ദ്രനെ നോക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സദ്വാർത്ത കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചിടുക. ഓം ദുർഗായേ നമഃ. ദുരിതങ്ങൾ ഒക്കെ മാറ്റുന്നതിന് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ദേവിയുടെ അനുഗ്രഹം ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.